ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിനായിട്ട് നമ്മളിതാ നല്ല പച്ച മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതിൽ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കരിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളിയാണ്. ഈ 3 ഐറ്റംസാണ്. നമ്മളെ ക്വാണ്ടിറ്റി എത്രയാണോ, മാങ്ങൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ടവർ വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ കടുക് മൊത്തത്തിൽ പൊട്ടിയതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കരിവേപ്പില ഇട്ട് കൊടുക്കലാണ്. കരിവേപ്പില ഇട്ടിട്ട് അതിനുശേഷം അടുത്തത് എന്ന് പറയുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഫുള്ളായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല, ഏകദേശം ഒരു ചെറിയൊരു പരുവത്തിൽ വഴന്ന് വന്നാൽ മതി. ഏകദേശം നമ്മളൊരു ചെറിയൊരു പരുവത്തിൽ വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കശ്മീരി മുളക് പൊടി സാധാ മുളക് പൊടിയും നമ്മൾ ഉണക്കി പൊടിച്ചെടുത്തതാണ് മില്ലിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഓവറായിട്ടുള്ള എരിവില്ല, അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ചധികം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ. നല്ല സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കിത് നമ്മളെ മാങ്ങയിലേക്ക് മിക്സ് ചെയ്യണം. പെട്ടെന്ന് തന്നെ അധികം ലൈറ്റ് ആകാൻ പാടില്ല, പെട്ടെന്ന് തന്നെ മിക്സ് ആക്കണം. അല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തന്നെ മിക്സ് ആക്കുന്നത്. ഇത് മൊത്തത്തിൽ നമുക്ക് ഇതിലേക്ക് ഈ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം, ഈ പച്ച മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാണ് വേണ്ടത്. ചൂടോടെ തന്നെ നല്ല പോലെ മിക്സ് ചെയ്യാം. മൊത്തത്തിൽ എല്ലായിടെ ആകുന്ന പാകത്തിന് മൊത്തത്തിൽ മിക്സ് ചെയ്യാണ് വേണ്ടത്. ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാഗറാണ്. വിനാഗർ കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലാണ് ഇത് വെക്കേണ്ടത്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് ബാക്കി കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വടക്കായി പോകും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ കുറച്ചൊരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.